എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പരിപാടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ കാട്ടൂര വക്കീലിനെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വക്കീല് വന്നതിന് ശേഷം വക്കീലിനോട് വിശ്വത്തിനെ പാറുവിന്റെ കല്യാണ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി. നീയാണെങ്കില് അവളുമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നിന്റെ അനിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. എടാ, നീ എന്നിട്ട് അതിന് സമ്മതിച്ചോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്തിനു സമ്മതിക്കാതിരിക്കണം? ഇനിയല്ല വക്കീലെ, ഞാൻ കളിക്കാൻ പോണെന്ന് പറയാ. കളിക്കാനോ? എന്ത് കളിക്കാനായിട്ട്? വക്കീലിന് ഇപ്പോഴും ശരിക്കും കാര്യങ്ങളൊന്നും പിടിയിട്ടിട്ടില്ലേ? അവളെ വെച്ച് ആ ഒരു കളി അങ്ങോട്ട് കളിക്കും. വിശ്വം കല്യാണം കഴിക്കണം അവളെ. അവളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ പല്ലവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പല്ലവി ഞാൻ തെളിക്കുന്ന വഴിയെ അങ്ങോട്ട് പോരും. പല്ലവിക്ക് ഞാൻ പറയുന്ന അനുസരിക്കാതിരിക്കാനും പറ്റില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, ഞാൻ അവളെ അങ്ങോട്ട് നൈസായിട്ട് ഭീഷണിപ്പെടുത്തും. എന്റെ ഭീഷണിക്ക് അവള് വഴങ്ങും. അങ്ങനെ അവൾക്ക് ഡിവോഴ്സ് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങനെ വക്കീലിനോട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം വക്കീലിന് മനസ്സിലായി ഇന്ദ്രന്റെ ബുദ്ധി എന്നാത് വിശ്വത്തെ വെച്ചൊരു കളി കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും മനസ്സിലായി. ആ സമയം പൊന്നുമടത്തില് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ഋതു ഇരിക്കുകയാണ്. ഋതു ഫുഡൊന്നും കഴിക്കാൻ പോലും ചെല്ലുന്നില്ല. പൂർണ്ണിമ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കണം. വേണ്ടാന്ന് പറഞ്ഞു. സ്വാതി വന്നിട്ട് പറഞ്ഞു, എന്താ ചേച്ചി എന്തിരിപ്പായിരിക്കുന്നത്? വന്ന് ഫുഡ് കഴിക്കാൻ പറയണം. എനിക്ക് വേണ്ടാന്ന് പറയാം. വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? പിന്നീട് പൂർണ്ണിമ വന്നിട്ട്, നീ ഇപ്പം കമ്പനിയിൽ പോകുന്നില്ല, എന്താ കാരണം? നീ ഇവിടെ ഇങ്ങനെ വെറുതെ എന്തിനാ കുത്തിപ്പിടിച്ചിരിക്കുന്നേ? കമ്പനി ചെല്ല്. വെറുതെ ഇവിടെ ഇരുന്നോണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കും. എനിക്കൊന്നിലും ഒരു താല്പര്യമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു വന്നിട്ട് പറഞ്ഞു, അല്ല ഋതു, നീ എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കും. എനിക്ക് വിശപ്പില്ലാത്തോണ്ടാന്ന് പറയണം. വിശപ്പില്ലാത്തോണ്ടോ? അങ്ങനെ വിശപ്പില്ലാതെ വരാനായിട്ട് നീ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലല്ലോ. ദേ, വന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ദേ, മനസ്സിൽ പല വിഷമങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോ കമ്പനിയിലേക്ക് പോകാത്തന്നെ വിഷമാണെങ്കിൽ അതും കൂടെ മാറ്റിയെടുക്കുക. കമ്പനി ചെന്ന് കാര്യങ്ങളൊക്കെ നോക്ക്. അപ്പൊ വിഷമങ്ങളൊക്കെ മാറുമെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു, അല്ല പല്ലവി ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം ഈ പറയുന്ന നിങ്ങൾക്ക് ഫുഡ് ഇറങ്ങിയായിരുന്നു ചോദിക്കും. നിനക്ക് ഭയങ്കര വിഷമമല്ലാരും ചോദിക്കും. അല്ല, അത് പിന്നെ ഞാന് അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ മാനസിക വിഷമം ഉണ്ടാക്കിയപ്പം ഫുഡ് കഴിക്കാനോ ഒന്നും തോന്നത്തില്ല. എന്നെ ഇപ്പൊ എന്റെ പാട്ടിന് വിട്ടാരെ, എനിക്ക് അല്പസമയം കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഋതു പോയി കഴിഞ്ഞ് പൂർണ്ണിമയ്ക്ക് ആപ്പാടെ വിഷമമായി. പൂർണ്ണിമ നേരെ സേതുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും സേതു എന്ന് ചോദിക്കാം. സാരമില്ല പൂർണ്ണാമ, വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവെന്ന് പറയാം. സ്വാതി പറഞ്ഞു, അത് ശരിയാ, ചിലപ്പം ഇപ്പം ഋതു ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ കാണുമായിരിക്കും. അതൊക്കെ മാറി കഴിയുമ്പത്തിന് എല്ലാം ഓക്കെ ആയിക്കോളും. ഇനി അത് ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കുറച്ച് കഴിയുമ്പത്തിന് ഒന്നുകൂടെ പോയി വിളിക്കാം, വന്ന് ഫുഡ് കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതി പൂർണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയം പല്ലവി പാറും കൂടി ഇരിക്കുകയാണ്. അപ്പൊ പാറുവിന്റെ തലയിൽ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് പല്ലവി. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പത്തിന് പാറുവിന് ഭയങ്കര വിഷമമായിപ്പോയി. പാറു സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അപ്പൊ പല്ലവി വെച്ച്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാ. എന്തോ വിഷമം മനസ്സിലുണ്ട്, എന്തെങ്കിലും ഉണ്ടെ തുറന്നു പറ. ഒന്നുമില്ല ചേച്ചിന്ന് പറയാം. എനിക്കറിയാം നീ അമേരിക്കക്ക് പോകുന്നോണ്ടല്ലേ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ. അവിടെ സ്ഥിരതാമസത്തിന് പോകുന്നല്ലോ, കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് മടങ്ങി വരാലോ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം എടുത്തിട്ട് വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ അവർക്ക് ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്ന ഒരിക്കലും ഒരു സമാധാനം കൊടുക്കുന്ന കാര്യമായിരിക്കില്ല. നീ ഇവിടുന്ന് പോയാൽ മാത്രം അവർക്ക് സമാധാനമുള്ളൂ. അറിയാലോ, ആ വിശ്വത്തിന്റെ കാര്യം ഓർത്തിട്ട് തന്നെയാന്ന് പറയണം. നീയും വിശ്വവും തമ്മിലുള്ള അടുപ്പം അത് അവർക്ക് നന്നായിട്ടറിയാം. നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാന്ന് പറയണം. അതിന് നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ സമൂഹം എന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് വിജയിക്കാനുള്ളതാണ്. നമ്മൾ തോറ്റു കൊടുക്കുന്ന ആരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ത്യാഗം സഹിക്കാനും സന്നദ്ധയാവണം. അതുകൊണ്ട് ഈ വിശ്വമായിട്ടുള്ള വിവാഹം ഞാൻ എതിർക്കുന്ന എന്തുകൊണ്ടാന്ന് എനിക്കറിയാലോ. ഇന്ദ്രന്റെ അനിയനായതുകൊണ്ട് മാത്രം. ഒരു പക്ഷേങ്കിൽ അയാള് വിശ്വത്തെ സ്വാധീനിക്കാനും ശ്രമിക്കും. അതൊന്നും ശരിയായ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനുമായിട്ട് യാതൊരു അടുപ്പവും വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് അച്ചു മുറിയിലിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് കയറി വന്നു. ശ്രീഹരി വന്നിട്ട് മെറ്റേണിറ്റി നൈറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷം കാര്യങ്ങളൊന്നും കണ്ടില്ല. പെട്ടെന്ന് ശ്രീഹരി ചോദിച്ചു, എന്താ അച്ചു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും. അത് പിന്നെ ഞാന് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ഞാൻ ഋതുവിനെ കുറിച്ച് ആലോചിച്ചാന്ന് പറയണം. ഋതുവിനെ കുറിച്ചോ? ഇപ്പൊ എന്താ ഋതുവിനെ കുറിച്ച് ആലോചിക്കാൻ കാരണം? അത് പിന്നെ ഇപ്പൊ ഋതുവിന്റെ സ്വഭാവം കണ്ടില്ലേ, ഭയങ്കര മാറ്റമുണ്ട്. ഒന്നിനും ഒരു താല്പര്യമില്ല, കമ്പനിയിലേക്ക് പോലും പോകുന്നില്ല, ഒന്നും അല്ലാത്ത പോലെ ഒരു ഇരിപ്പും മട്ടും ഭാവവും ഒക്കെയാന്ന് പറയണം. ഓ, അതാണോ കാര്യം? അതൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ടെന്ന് പറയാം. അതെന്താ?
അതിനൊക്കെ പരിഹാരം ഉണ്ടെന്നേ. ഇപ്പോഴിങ്ങനെ കാണിച്ചാൽ ഋതുവിന് നല്ല മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇതെല്ലാം അവള് മാറാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. ഇത്രയും നാൾ ഈ കമ്പനി വീടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമനില ഏറ്റവും അവസ്ഥയിലല്ലായിരുന്നു ഋതു നടന്നുകൊണ്ടിരുന്നേ. ഇനി അതൊക്കെ മാറി കിട്ടുമെന്ന് പറയാം. കേട്ടപ്പം അച്ചു പറഞ്ഞു, എന്തോ എനിക്കറിയത്തില്ല അവൾക്ക് അങ്ങനെ മാറ്റം ഉണ്ടാവുമെന്ന്. അവളുടെ മനസ്സിൽ എന്തോ വലിയൊരു വേദന വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതിനു മുമ്പ് ഇവൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾ ഇച്ചിരി ബോൾഡായിട്ട് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുവാന്ന് പറയണം. സാരമില്ല, പോട്ടെ, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയണം. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പൊന്നുമടത്തിലേക്ക് പ്രതാപം വരുവാണ്. പ്രതാപം വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ ഇറങ്ങിച്ചെന്ന്, എന്താ പ്രതാപ ഈ വഴിക്കെന്ന് ചോദിക്കണം. അത് പിന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം കുറച്ച് ഓവറായി പോയെന്ന് പറയണം. ഓവറായി പോയെന്നോ? എന്ത് നീയോ? അതെ ചേച്ചി, അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയാന്ന് പോലും എനിക്ക് ബോധമില്ലെന്ന് പറയാ. ഇത് കേട്ട പൂർണ്ണിമ പറഞ്ഞു, നിനക്ക് ബോധമില്ലെങ്കിലും കേട്ട ഞങ്ങൾക്ക് ബോധമുണ്ട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന്. പിന്നെ നീ ഏതോ ഒരു വലിയ ശത്രുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾക്കെതിരെ നീങ്ങുന്നേ ആരാ പ്രതാപ? ആ ശത്രു ആരാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോ പ്രതാപം ചോദിച്ചു, ശത്രു? ഏത് ശത്രു? അല്ല, നീ പറഞ്ഞാലും ഞങ്ങൾക്ക് ഏതോ ഒരു വലിയ ശത്രു ഉണ്ട്. ആ ശത്രുവാണ് മാധവേണ്ണെ ഇല്ലാതാക്കിന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ആ ശത്രു ആരാന്ന്. ആ ശത്രു ആരാന്ന് പറയുവാണ് നല്ല ഉപകാരം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. എന്റെ ചേച്ചി, ചേച്ചി അത് വിശ്വസിച്ചോ? ചേച്ചി അത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പൂസായ സമയത്ത് പറഞ്ഞല്ലേ. അത് അങ്ങനെ ഒരു ശത്രു കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട പൂർണ്ണം പറഞ്ഞു, ആണോ? എന്നൊരു കാര്യം ചെയ്യ, മോൻ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കാൻ പറയണം. അല്ല ചേച്ചി, അത് പിന്നെ ഞാൻ പോകാൻ പറഞ്ഞ് പോയാൽ മതി. ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ല. നീ കാരണം കുടുംബത്തിലും കമ്പനിയിലും എല്ലാം മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുക. അതിന്റെ സമയത്ത് നിനക്ക് നാണമില്ലാതെ ഇങ്ങോട്ട് കയറി വരാണ്ട് ചേച്ചിന്നും വിളിച്ചോണ്ട് നാണമുള്ളവനാണ് ഇങ്ങോട്ട് കയറി വരുമെന്ന് ചോദിച്ചാൽ പ്രതാപനെ ആട്ടി ഇറക്കിയിട്ട് പൂർണ്ണിമ അങ്ങോട്ട് പോവാ. ആ സമയത്ത് പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി വന്നിട്ട് അല്ല എന്താ പ്രതാപ വീണ്ടും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? അത് പിന്നെ ഞാന് അതെ മര്യാദയ്ക്കും കൂടെ ഇറങ്ങിപ്പോവാൻ പറയണം. ആ കയ്യെ പിടിച്ച് വലിച്ചങ്ങ് ഇറക്കി വിടാൻ തുടങ്ങി കഴിയുമ്പത്തേനും പ്രധാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ലെന്ന് പറയാ. പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പട്ടിനെ അഴിച്ചു വിടുമെന്ന് പറയണം. പട്ടിനെ അഴിച്ചു വിടുമെന്നോ? അതിനോട് പട്ടിയില്ലോ. തൽക്കാലത്തേക്ക് ഇവിടുത്തെ പട്ടി ഞാനാവും. അത് വേണോന്ന് ചോദിക്കുകയാണ്. അത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ ഉള്ള ജീവനും കൊണ്ട് പോവാണ്. പ്രതാപന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ബേബിച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുമെന്നുള്ള കാര്യം. അതിനുശേഷം പല്ലവിയും പാറുവും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിൽ ചെന്ന് മനുവരി പ്രാർത്ഥിക്കുകയാണ്. പാറു, എന്റെ ഭഗവാനെ കാത്തോണേന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ആ ദിവസമാണ്. എങ്ങനെയാ എന്തായി തീരുമെന്ന് അറിയത്തില്ല. എല്ലാവരും കള്ളത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പാറുവിന് കണ്ണ് നിറഞ്ഞിരുന്ന് കരയുവാണ്. ഈ കരച്ചില് പല്ലവി കണ്ടു. പല്ലവി പറഞ്ഞു, എന്താ പാറു, നിനക്ക് എന്താ ഇത്രയ്ക്ക് വിഷമം? നിന്റെ വിഷമം തരട്ടും കുറഞ്ഞില്ലേന്ന് ചോദിക്കും. ഒന്നുമില്ല ചേച്ചി, എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. അതൊക്കെ മാറിക്കോളൂന്നേ. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം വിഷമം കണ്ടുള്ളൂ. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാലും നിനക്ക് എപ്പോൾ വേണം വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിക്കാലോ. അച്ഛനും അമ്മയും കാണാം, എന്നെ കാണാം. പിന്നെ അറിയാലോ അവിടെ ചെന്ന പിന്നെ വേറൊരു ജീവിതമാണ്. ആ ജീവിതമായിട്ട് നീ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോയിക്കോളെന്ന് പറയാം. എന്നാലും ചേച്ചി എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നോട് പൊറുക്കണമെന്ന് പറയണം. പൊറുക്കാനോ എന്തിന്? നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. ആ വിശ്വത്തിന്റെ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയായിരുന്നെങ്കിലോ എന്തായിരുന്നു പിന്നെ സംഭവിക്കുന്നേ? നിന്റെ ജീവിതം തകർന്നു പോയില്ലായിരുന്നോ? നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ. അതുകൊണ്ട് ഞാൻ ദേവിയോട് നന്ദി പറയാ ചെയ്തേ. നീ എത്രയും പെട്ടെന്ന് തന്നെ നീ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സമാധാനമാകത്തുള്ളൂ. എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും സമാധാനം ആവത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും പാറുവിന് സഹിക്കാൻ പറ്റിയില്ല. പാറു അവിടെ നിന്ന് വീണ്ടും കരഞ്ഞു കഴിയുമ്പത്തിന് പല്ലവി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ മോളെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കുറച്ചാൾ കഴിയുമ്പത്തിന് നിനക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. നല്ലൊരു ജീവിതമൊക്കെ ആവും. നല്ലൊരു ആളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പക്ഷെ പല്ലവിക്ക് അറിയത്തില്ലോ പാറുവിന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.